ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് റയീസ്. അപ്പം ഞാനൊരു ചെറിയൊരു ഇൻഫർമേഷനാണ്. അതായത് നമ്മൾ ഒരുപാട് ആളുകൾ പല ജോലികൾക്കായിട്ടാണ് നമ്മൾ പ്രവാസിയാകുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ പിന്നെ ഡെലിവറി ബോയ് ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതായത് ഈ ബൈക്ക് ഡെലിവറീൻ്റെ ജോബാണ്. അതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഞാൻ ദിവസം മുന്നേ ഞാനിങ്ങനെ ഇവിടെ യാത്ര ചെയ്യുന്ന ടൈമിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു കാറ് ബൈക്കിനടിച്ച് ആ ബൈക്ക് കാറിൻ്റെ ഉള്ളിലായി. പിന്നെ ആ ബൈക്ക് ഡെലിവറി ബോയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. അനക്കമൊന്നും ഇല്ലായിരുന്നു. കാരണം നമുക്കവിടെ നിർത്തിയിട്ട് കൂടുതൽ നോക്കാൻ പറ്റൂല. അപ്പം ഞാനിവിടെ കണ്ടെടുത്തോളം കൂടുതലും ഇവിടെ ഡെലിവറി കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. ഈ ബൈക്ക് ഡെലിവറിയാണ്. ബൈക്ക് ഡെലിവറി കുറച്ച് റിസ്ക് ഉള്ള ജോബാണ്. എല്ലാ ജോലിക്കും റിസ്ക് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇത് പ്രത്യേകിച്ച് റോട്ടിൽ ഈ ബൈക്കിന് കൂടുതൽ അലോഡ് ഇല്ല. നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടുത്തെ റോഡുകൾ. ഇവിടെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൂടുതലും കാറ് മറ്റുള്ള വാഹനങ്ങൾ പോകുന്ന റോഡാണ്, പിന്നെ ഹൈവേ ആണ്. അപ്പോൾ ഈ ഹൈവേയിലൂട്ടിയാൽ ഈ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് എങ്ങനെയാണോ ഓട്ടുന്നത് അതേപോലെ തന്നെ ഇവിടുന്ന് റൂൾസ് ഒന്നും പാലിക്കുന്നില്ല. കാരണം അവർ ആ കാറിൻ്റെ ഉള്ളിലൂട്ടിയെല്ലാം എങ്ങനെ നൊഞ്ഞ് കയറുക. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വണ്ടി ഓട്ടുമ്പോൾ നമുക്ക് ബേജാറാണ്. കാരണം ഇവരിങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ അത്രയും ഞാൻ ഒതുക്കി കൊടുക്കലാണ്. അപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് കേസുകൾ ഇവിടെ ബൈക്ക് ആക്സിഡൻറ്റിൻ്റെ ഒരുപാട് നമ്മൾ ഇവിടുന്ന് കാണുന്നതാണ് ഡെയിലി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു സജഷൻ പറയുന്നതാണ്, ദയവ് ചെയ്ത് ബൈക്ക് ഡെലിവറീൻ്റെ ഈ ജോബിന് പരമാവധി ആളുകൾ വരാണ്ടിരിക്കാനാണ് ഞാൻ പറയും. കാരണം പക്ഷേ ഞാനിവിടെ കണ്ടെടുത്തോളം മലയാളികൾ അങ്ങനെ കുറവാണ്. കൂടുതലും ബംഗ്ലാദേശികളും പാകിസ്ഥാനി, നേപ്പാളീസ്, പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആളുകളാണ് കൂടുതലും ചെയ്യുന്നത്. മലയാളീസ് കുറവാണ്. ഞാൻ ഇത് പറയുന്നത് ഇപ്പം മലയാളീസുകൾ ഒരുപാട് ആളുകൾക്ക് അറിയാണ്ട് പെട്ടുപോകുന്ന ആളുകളുണ്ട്. കാരണം പെട്ടെന്ന് ഒരു ജോബ് വേണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇപ്പം കൂടുതൽ പരസ്യം ചെയ്യുന്നുണ്ട്. പല സൈറ്റുകളിലും പരസ്യമുണ്ട്. ഇങ്ങനെ പിന്നെ ബൈക്ക് ഡെലിവറിക്ക് പോയി ആവശ്യമുണ്ട്, ഇത്ര ശമ്പളത്തിൻ്റെ ആണെങ്കിൽ ഓല് പറയുന്ന കൃത്യമായിട്ടുള്ള ശമ്പളമൊന്നും കിട്ടൂല. നാട്ടിലെ ബസ്സിൻ്റെ ഡ്രൈവറെ പോലെ ഈ പണി. കാരണം എന്ന് വെച്ചാൽ ഇവർ പറയുന്ന ഒരു ടാർഗറ്റ് നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ കിട്ടും. ആ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മുക്കറിട്ടിട്ട് ഇങ്ങനെ ഓടും. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് അപകടങ്ങൾ വരാം. കാരണം എന്ന് വെച്ചാൽ ഇത് കാറല്ല, ഇത് 2 ടയറുള്ള 2 വീലറാണ്. അപ്പോൾ അതിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കും. ഇവിടുത്തെ റോഡ് അങ്ങനത്തെ റോഡാണ്. കാരണം ഒന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ നേരെ അടുത്ത വാഹനത്തിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ബൈക്ക് കൂടുതലും അലോട്ട് കുറവാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയും റോട്ടിൽ വാഹനങ്ങളുള്ള റോട്ടിൽ നമ്മൾ ഈ ബൈക്ക് ഡെലിവറി ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ ഞാൻ ദുആ ചെയ്യല. കാരണം അവർക്ക് പിന്നെ ഒരു ആപത്തുണ്ടാക്കൽ എന്നും ഞാൻ ദുആ ചെയ്യും. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന ടൈമിലെല്ലാം ഒരുപാട് കാണുന്ന ആക്സിഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കൊടുക്കുക, അല്ല പോസിറ്റീവായിട്ട് കൊടുക്കുക. ഞാനൊരു ഇൻഫർമേഷൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതൊരു പിന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.